ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനൊരു വെറൈറ്റി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണ വൈറ്റ് കളർ കിട്ടാൻ അണ്ടിപ്പരിപ്പൊക്കെയാണ് ചേർക്കാറ്. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഗിവ് അവയെ കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 4 ഏലക്കേൻ്റെ കുരു ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്തിട്ടാണ് നമ്മൾ നല്ല വൈറ്റ് കളറിലുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങനെ നോക്കി എടുക്കുക കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം കിട്ടുക. ഇനി നമുക്ക് എത്രയാണോ നാരങ്ങ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വൈറ്റ് കളറിലാണ് നമുക്ക് വെള്ളം കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ വലിയ 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചി ചേർത്തിട്ടില്ല. അപ്പോൾ നാരങ്ങ നീര് ചേർത്തിട്ട് നമ്മളത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നാരങ്ങ നീര് ചേർത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ നാരങ്ങ വെള്ളം പിരിയൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ചെറിയ അളവിൽ തേങ്ങ ചിരവിയത് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ നമ്മളിത് ഒഴിച്ച ഉടനെ നല്ല വൈറ്റ് കളറിൽ തന്നെയാണ് ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് 2 ലെയറായിട്ട് നിൽക്കും കേട്ടോ, കാരണം തേങ്ങാപ്പാലൊക്കെ ആകുമ്പോൾ അതിലൊരു ഓയിലി കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് 2 ലെയറായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാരങ്ങ വെള്ളത്തിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള കൊക്കനട്ട് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. ഗിവ് അവേൻ്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിലും ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടുന്ന ഒരാളെ നമുക്ക് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുക്കും. ആ ആൾക്കാണ് ഓവൻ സമ്മാനമായിട്ട് നൽകുക. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കളേർഡ് നാരങ്ങ വെള്ളമാണോ ഇഷ്ടം, അതോ കളേഴ്സ് ഒന്നും ചേർക്കാത്ത പ്ലെയിൻ ആയിട്ടുള്ള നാരങ്ങ വെള്ളമാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കേട്ടോ, ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സ്പാമിൽ പോവും. അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മത്സരത്തിൽ നിങ്ങളുടെ കമൻറ്റ് സ്വീകരിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു കിടില റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.